ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50-day ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 4 ആഴ്ച നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഭരണഘടന എന്നീ പറയുന്ന ടോപ്പിക്കെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് വന്യജീവി സങ്കേതങ്ങളും ജലവൈദ്യുത പദ്ധതികളുമാണ്, കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ളത്. ഓൾറെഡി 3 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇത് കാണുക. ഇതിൻ്റെയൊക്കെ PDF നോട്ടുകൾ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ വീഡിയോ കണ്ടിട്ട് ടെലഗ്രാം PDF നോട്ട് വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, പോൾസായിട്ട് ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളതിൽ ഇടുന്നുള്ളൂ. അതേപോലെ ഇപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 10th പ്രിലിമിനറിക്ക് ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്ന പോയിന്റ്സ് എല്ലാം തന്നെ പഠിക്കുക, ഒന്നുപോലും വിടാതെ എല്ലാ പോയിന്റ്സും പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ്, വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളാണുള്ളത്? 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണെന്ന് നോക്കാം. കേരളത്തിലെ തന്നെ ആദ്യത്തേതും അതുപോലെ കേരളത്തിലെ ഏറ്റവും വലുതുമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പീരുമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1950 ഇത് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. പെരിയാർ വന്യജീവി സങ്കേതത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1950 ആദ്യത്തേതാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കൂടിയാണ്. ഇനി ഇത് കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഏത്? പെരിയാർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 10ാമത്തേതും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ പെരിയാറിനെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന 1978 വന്യജീവി സങ്കേതമായിട്ട് 1950 കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് 1978 പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പഴയ പേര് ചോദിച്ചിട്ടുണ്ട്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് പഴയ പേര്. തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് പെരിയാറാണ്. ഇനി ഈ പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം, പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, പത്തനംതിട്ട, കോട്ടയമാണ്. പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നിവയൊക്കെയാണ്. ഇനി ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വന്യജീവി സങ്കേതം കൂടിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം കൂടിയാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. ഇനി ഈ നെല്ലിക്കാംപെട്ടി ഗെയിം സെഞ്ചുറി നമ്മൾ പറഞ്ഞു. ഈ നെല്ലിക്കാംപെട്ടി ഗെയിം സെഞ്ചുറി ഇതിൻ്റെ പഴയ പേരാണ്. അതെന്നാ 1934 അത് നിലവിൽ വന്നിട്ടുള്ളത്. 1934 ആരുടെ കാലത്താണ്? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് അത് നിലവിൽ വന്നിട്ടുള്ളതെന്നും കൂടെ ഓർത്തിരിക്കുക. അതേപോലെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധനാലയം, ഈ പെരിയാർ കടുവ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. മംഗളാദേവി ക്ഷേത്രമാണ്. ഇതും കൂടെ നോട്ട് ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വയനാടാണ്. അപ്പോൾ വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട്. 1973 നിലവിൽ വന്നത്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാ? ആനയാണ്. സംരക്ഷിക്കുന്ന മൃഗം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാ? ആനയാണ്. ഇനി മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നത് വയനാട്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇനി കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന
അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ്. ഏക വന്യജീവി സങ്കേതമാണ് ഏത്? വയനാട് വന്യജീവി സങ്കേതം. അതേപോലെ നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം കൂടിയാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം കൂടിയാണ് വയനാട് എന്ന് പറഞ്ഞു. ഇനി വയനാട് വന്യജീവി സങ്കേതം കർണാടക തമിഴ്നാട് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ കർണാടകത്തിലെ ഇതിനോട് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കർണാടകത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ് നാഗർഹോളയും ബന്ദിപ്പൂരും. നാഗർഹോള, ബന്ദിപ്പൂര്. തമിഴ്നാട്ടിലെയാണ് ഏത്? മുതുമല വന്യജീവി സങ്കേതം. ഈ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ടാണ് വയനാട് വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടുള്ള കർണാടകത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ് ബന്ദിപ്പൂരും നാഗർഹോളയും. അതേപോലെ തമിഴ്നാട്ടിലെയാണ് മുതുമല. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി പറമ്പിക്കുളം. പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ്. 1973 ഇത് നിലവിൽ വന്നത്. 1973. ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുണക്കടവാണ്. ആസ്ഥാനം തുണക്കടവാണ്. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ 1ാമത്തെ ഏതാ? പെരിയാറാണ്. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണിത്. ഇന്ത്യയിലെ 38ാമത്തെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ 10ാമത്തെയാണ് പെരിയാർ, ഇന്ത്യയിലെ 38ാമത്തെയാണ് ഇത് പറമ്പിക്കുളം. അങ്ങനെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് 2010-ലാണ്. 2010-ലാണ്. ഇനി കാട്ടുപോത്തുകൾ ധാരാളം കാണപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം കൂടിയാണ് ഇത് പറമ്പിക്കുളം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം കൂടിയാണ്. ഇനി തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള വന്യജീവി സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് ഈ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ നാഷണൽ പാർക്കാണ് ഏത്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം. അതും കൂടെ ഓർത്തിരിക്കും. ഇനി നെയ്യാർ എന്ന് പറയുമ്പോൾ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ളത് ഏതൊക്കെയുണ്ട്? നെയ്യാർ, അതേപോലെ തന്നെ ശെന്തുരുണി, പേപ്പാറ എന്നിവയൊക്കെ എന്താണ്? അഗസ്ത്യമല ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ്. ഇതിൽ നെയ്യാറും പേപ്പാറയൊക്കെ എന്താണ്? ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇനി ഈ നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലയൺ സഫാരി പാർക്ക്. നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലയൺ സഫാരി പാർക്കാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക്. 1984-ലാണ് ആരംഭിച്ചത്. എവിടെയാണ്? മരക്കുന്നം ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സഫാരി പാർക്ക് എന്തിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? നെഹ്റു സുവോളജിക്കൽ പാർക്ക്. ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് ഈ നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഇനി ചിന്നാർ വന്യജീവി സങ്കേതം 1984-ലാണ് നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ഏത്? ചിന്നാർ. ഇവിടെ കാണപ്പെടുന്ന എന്തൊക്കെയാണ്? ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും. അപ്പോൾ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. വെള്ളക്കാട്ടുപോത്തുകളും കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിലൂടെ ഒഴുകുന്ന നദിയാണ്, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ്. അപ്പോൾ ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ, അതുപോലെ തന്നെ വെള്ളക്കാട്ടുപോത്ത്, മഗർ മുതലകൾ. ഇനി ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ്
തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ് ആണ് ആനമലൈ ടൈഗർ റിസർവ്, അതും കൂടെ ഓർത്തിരിക്കാം. ഇനി ശെന്തുരുണി എന്ന് പറഞ്ഞാൽ 1984 കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ശെന്തുരുണി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതം കൂടിയാണ് ശെന്തുരുണി. കൊല്ലം ജില്ലയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഇനി ശെന്തുരുണി വൃക്ഷത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താ? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നുള്ളതാണ്. ഇനി ആറളം വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ്. 1984 നിലവിൽ വന്നത്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നു. അതേപോലെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വന്യജീവി സങ്കേതം കൂടിയാണ് ആറളം. ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. ഇനി ഇവിടെ കണ്ടെത്തിയിട്ടുള്ള ചിത്രശലഭങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? നാൽവരയൻ നീലി ഇതൊക്കെ എന്താണ്? ബട്ടർഫ്ലൈസ് ആണ്. നാൽവരയൻ നീലി ചിത്രശലഭങ്ങളാണ് നാൽവരയൻ നീലി. അതുപോലെ സഹ്യാദ്രി തവിടൻ എന്നീ പറയുന്ന ചിത്രശലഭങ്ങളൊക്കെ എവിടെ കണ്ടെത്തിയിട്ടുണ്ട്? ഈ ആറളം വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് കേട്ടോ. കർണാടകയിലെ കൂർഗ് വനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ആറളം വന്യജീവി സങ്കേതം. ഇനി കുറിഞ്ഞിമല 2006 കുറിഞ്ഞിമല വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിലാണ്. ഒരു സസ്യവർഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ഇത് കുറിഞ്ഞിമല. ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ഉദ്യാനമാണ്. അപ്പോൾ ഈ കുറിഞ്ഞിമല എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ രാജ്ഞി. ഈ പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്നതാണ് എന്ത്? പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് കുറിഞ്ഞി. നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ്. ഇനി ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? സ്ട്രോബിലാന്തസ് കുന്തിയാന. 12 വർഷത്തിലൊരിക്കലാണ് പൂവിടുന്നത്. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. എന്നാൽ എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞീനമാണ്. ഇത് കരിങ്കുറിഞ്ഞി എന്ന് പറയുന്നത് എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞീനമാണ്. ഇനി കടവാവലുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം. 2004 മംഗളവനം എവിടെയാ? എറണാകുളത്താണ്. 2004 നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ചിമ്മിനി വന്യജീവി സങ്കേതം ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? തൃശ്ശൂരാണ്. 1984 നിലവിൽ വന്നത്. അതിലൂടെ ഒഴുകുന്ന പുഴയാണ് കുറുമാലിപ്പുഴ. ചിമ്മിനി വന്യജീവി സങ്കേതം 1984 തൃശ്ശൂരാണ്. അതിലൂടെ ഒഴുകുന്ന പുഴയാണ് കുറുമാലിപ്പുഴ. ഇനി ഇടുക്കി വന്യജീവി സങ്കേതം 1976 നിലവിൽ വന്നു. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്? പൈനാവാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവാണ്. ഇനി കൊട്ടിയൂർ വന്യജീവി സങ്കേതം 18 നമുക്ക് വന്യജീവി സങ്കേതങ്ങളുള്ളത്. അതിൽ 17ാമത്തെയാണ് കൊട്ടിയൂർ. ലാസ്റ്റ് 18ാമത്തെയാണ് കരിമ്പുഴ. അപ്പോൾ കൊട്ടിയൂർ 2011 മലപ്പുറം ജില്ലയിലാണ്. കൊട്ടിയൂർ എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ 2011 നിലവിൽ വന്നത്. 2019 മലപ്പുറത്ത് വന്നതാണ് കരിമ്പുഴ. പക്ഷെ അത് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാ 2020 ഔദ്യോഗികമായി നിലവിൽ വന്നത് 2020. അപ്പോൾ ഇവിടെ ഈ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലത്തെയാണ് മുക്കുർത്തി ദേശീയോദ്യാനം. അതായത് ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ തെക്ക് അതിർത്തിയിൽ മുക്കുർത്തി ദേശീയോദ്യാനവും വടക്ക് സൈലന്റ് വാലിയുമാണ്. മുക്കുർത്തി ദേശീയോദ്യാനം തെക്കും സൈലന്റ് വാലി വടക്കും. ഇതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനങ്ങൾ. ഇനി അതുപോലെ തന്നെ വരയാട്, പന്നിമൂക്കൻ തവള ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. വരയാട്, പന്നിമൂക്കൻ തവള എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നു. ഇനി നമുക്ക് ജലവൈദ്യുത പദ്ധതികൾ നോക്കാം. അപ്പോൾ ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ
ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാ? ജലവൈദ്യുതിയാണ്. അതായത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ 69% എന്താണ്? ജലവൈദ്യുതിയാണ്. 69% ജലവൈദ്യുതിയാണ്. ഇനി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഇടുക്കി. നദിയാണ്, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലുത്. ഇനി ജലസേചന പദ്ധതികൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ജലവൈദ്യുത പദ്ധതി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയിലാണ്. ജലസേചന പദ്ധതി ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? പാലക്കാടാണ്. ജലവൈദ്യുത പദ്ധതി ഏറ്റവും കൂടുതലുള്ള നദി പെരിയാറാണ്. പക്ഷെ ജലസേചന പദ്ധതി ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഇനി വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. വലിയ ജലസേചന പദ്ധതി ഏതാ? കല്ലട. കല്ലട കൊല്ലത്താണ്. കല്ലട കൊല്ലം. അപ്പോൾ അതിൽ സ്ഥാപിച്ചിട്ടുള്ള ജലവൈദ്യുത പദ്ധതി ഏത് വർഷമാണ്? 1994. ഓക്കെ. അപ്പോൾ ജലസേചന പദ്ധതി കേട്ടോ, ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. അതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുള്ള ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് 1994. ഇനി ഏറ്റവും പഴയ ജലസേചന പദ്ധതിയാണ് പീച്ചി. ഏറ്റവും പഴയ ജലസേചന പദ്ധതിയാണ് പീച്ചി. ഇനി തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരമാണ് തിരുവനന്തപുരം. എന്നാൽ കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല, കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരവും പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല പാലക്കാടുമാണ്. ഇനി ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എപ്പോഴും ചോദിക്കുന്നതാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഏത് വർഷമാണ്? 1940. എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറിൻ്റെ പോഷക നദിയാണ്. പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ് ഏതുള്ളത്? പള്ളിവാസൽ. ഇതെല്ലാം പ്രീവിയസ് ആണ്. വർഷം ചോദിച്ചിട്ടുണ്ട്, ഈ നദി ചോദിച്ചിട്ടുണ്ട്, പിന്നെ ആദ്യത്തെ ഏതാ? പള്ളിവാസലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി, പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ. ഇനി അപ്പോൾ ഈ പള്ളിവാസൽ ആരുടെ കാലത്താണ്? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിട്ടുള്ളതെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെയാണ് പള്ളിവാസൽ. രണ്ടാമത്തെ ഏതാ? ചെങ്കുളമാണ്. 1954 രണ്ടാമത്തെയാണ്. ഇടുക്കി ജില്ലയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ സ്ഥാപിച്ചിട്ടുള്ളത്? ഈ പള്ളിവാസലിൽ നിന്നുള്ള വെള്ളവും, പള്ളിവാസലിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവും ഈ മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് എവിടെ? ചെങ്കുളത്ത്. അപ്പോൾ ചെങ്കുളം സ്ഥാപിച്ചിട്ടുള്ളത് എവിടെ തന്നെയാണ്? മുതിരപ്പുഴയിൽ തന്നെയാണ്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. 1954 സ്ഥാപിച്ചത്. ഇടുക്കി ജില്ലയിലാണ്. ഇനി ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞു ഇടുക്കിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലുത്. എന്നാൽ നിലവിൽ വന്ന 1975 ഒക്ടോബർ 4 1975 ഒക്ടോബർ 4 എന്നാൽ ഇടുക്കി ഡാമിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇടുക്കി ഡാമിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? തുടങ്ങിയത് 1976 മുതലാണ്. എവിടെ നിന്ന്? ഇടുക്കി ഡാമിൽ നിന്ന്. ഇടുക്കി ഡാമിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് 1976. അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി 750 മെഗാവാട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി യുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡയാണ്. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും വലുത് ഇടുക്കിയാണ്. അപ്പോൾ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി, പത്തനംതിട്ടയിലാണ്. ശബരിഗിരി, പത്തനംതിട്ട. അപ്പോൾ ഈ ശബരിഗിരി പദ്ധതിയുടെ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലും കക്കി നദിയിലുമാണ്. പമ്പയിലും കക്കി നദിയിലുമാണ് ഇതിൻ്റെ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ വലുത് ഏതാ? ശബരിഗിരിയാണ്, പത്തനംതിട്ടയിലാണ്. പമ്പയിലും കക്കി നദിയിലുമായിട്ടാണ് ഇതിൻ്റെ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്നതെന്നും കൂടെ ഓർത്തിരിക്കാം.
ഇനി കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതി, കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ഏത്? ചൈന. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ചൈന. ഇനി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. കോഴിക്കോടാണ് 1972 നിലവിൽ വന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. കോഴിക്കോട് ജില്ല 1972 നിലവിൽ വന്നത്. ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജല വൈദ്യുത നിലയം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജല വൈദ്യുത നിലയം എവിടെയാണ്? മൂലമറ്റം ഇടുക്കി. ഇനി നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ഇടുക്കിയിലാണ്. പെരിങ്ങൽകുത്ത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി തൃശ്ശൂരിലെ ചാലക്കുടി പുഴയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തൃശ്ശൂരിലെ ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പെരിങ്ങൽകുത്ത് ഷോളയാർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികളാണ് ഏതൊക്കെ? മണിയാറ്, പുത്തുങ്കൽ, ഉള്ളുങ്കൽ. അതിൽ മണിയാറാണ് ആദ്യത്തെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? മണിയാറാണ്. സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. എവിടെ? പമ്പയിലാണ് കേട്ടോ. പമ്പയിലാണ്, പമ്പാ നദിയിലാണ്. അപ്പോൾ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറ്, പമ്പാ നദിയിലാണ്. ഇനി ഏറ്റവും വലുതാണ് പുത്തുങ്കൽ. ഓക്കെ, വലിയതാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? കുത്തുങ്കൽ എന്ന് പറയുന്നത്. ഇനി ഉള്ളുങ്കൽ. ഈ ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് കക്കാട്. ഓക്കെ, കക്കാട് നദിയിലാണ് ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഏത്? മാങ്കുളം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത്. ഇനി കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. അത് ഏത് നദിയിലാണ്? തൂതപ്പുഴയിലാണ്. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി തൂതപ്പുഴയിലാണ്. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ്. ഓക്കെ. ഇനി കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ, കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാ? തൃശ്ശൂരാണ്. ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. അപ്പോൾ കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലെ ആരംഭിച്ച ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. അത് തൂതപ്പുഴയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ജലവിതരണം, കേരളത്തിലെ കേരളത്തിലെ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഏത്? തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പാലക്കാടാണ് കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത്. ഇനി പൊതുജന സഹായത്തോടെ നടപ്പിലാക്കിയ ചെറുകിട കുടിവെള്ള പദ്ധതി, ചെറുകിട കുടിവെള്ള പദ്ധതി ഏതാണ്? ഒളവണ്ണ മോഡലാണ്.
എന്താ പറഞ്ഞത്? പൊതുജന സഹായത്തോടെ നടപ്പിലാക്കിയിട്ടുള്ള ചെറുകിട കുടിവെള്ള പദ്ധതിയാണ് ഒളവണ്ണ മോഡൽ. എവിടെയാണത്? കോഴിക്കോടാണ്. കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ്. കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്താണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പാലക്കാടാണ്. പൊതുജന സഹായത്തോടെ നടപ്പിലാക്കിയ ചെറുകിട കുടിവെള്ള പദ്ധതിയാണ് ഒളവണ്ണ മോഡൽ, കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പോയിന്റ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.